ഹായ്! ഈ ഓരോ സമയത്തും ഓരോ ആളുകൾക്കും ഓരോ തോന്നലാണല്ലോ. അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക്, വൺ ആൻഡ് ഓൺലി മമ്മൂട്ടിക്ക് തോന്നിയ ചില തോന്നലുകളുടെ പുറത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ള 7, 7 ബ്ലോക്ക് ബസ്റ്റർ ഫിലിംസ് ആണ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് ദൃശ്യം 2. ആക്ച്വലി ദൃശ്യം എന്നുള്ളതാണ് ഇതിൽ ദൃശ്യം 2 എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ വന്നിരുന്നു. പക്ഷേ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ആദ്യം മമ്മൂട്ടിയോടായിരുന്നു ജിത്തു ജോസഫ് സംവിധായകൻ കഥ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന്റെ ബിസി ഷെഡ്യൂൾ കാരണം ആ സമയത്ത് ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ളത് കൊണ്ട് ഡേറ്റ് കൊടുക്കാൻ കിട്ടാത്തതുകൊണ്ട് അത് വെയിറ്റ് ലിസ്റ്റിൽ വെക്കുകയും പിന്നീട് പുള്ളിക്കാരൻ അത് പിന്മാറുകയും ചെയ്തു. അതിനുശേഷമാണ് മോഹൻലാൽ ആ സിനിമയിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ അല്ലെങ്കിൽ മറ്റാര് എന്ന് തോന്നാവുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ മിടുക്ക്. എന്തായാലും മമ്മൂട്ടിക്ക് അത് നഷ്ടമായി. നെക്സ്റ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന സുരാജ് വെഞ്ഞാറമൂൽ, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവർ അഭിനയിച്ചിട്ടുള്ള ഹിന്ദിയിൽ ഇതിന്റെ റീമേക്ക് ആയിട്ടുള്ള സെൽഫി എന്ന് പറയുന്ന സിനിമ വന്നിട്ടുണ്ട്. അത് വൻ ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ മലയാളത്തിൽ ഇതൊരു കിഡിലൻ നല്ലൊരു വരവേൽപ്പാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സിനിമയിലും മമ്മൂട്ടിക്കായിരുന്നു അവസരമുണ്ടായിരുന്നത്. പൃഥ്വിരാജിന്റെ റോള് മമ്മൂട്ടിയും പിന്നെ സുരാജ് ഏട്ടന്റെ റോള് പൃഥ്വിരാജും എന്നാണ് പറഞ്ഞു കിട്ടുന്നത്. എന്നാൽ എന്താണ് കാര്യം എന്നറിയില്ല, ചില അൺനോൺ റീസൺസ് ഇതിന്റെ പിന്നിലുണ്ട്. മമ്മൂക്കയ്ക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷമാണ് മമ്മൂക്കയ്ക്ക് പറഞ്ഞിരുന്ന ഒരു നടന്റെ ക്യാരക്ടർ പൃഥ്വിരാജിന് പറഞ്ഞിരുന്ന ഈ ഓഫീസറുടെ ക്യാരക്ടർ സുരാജ് വെഞ്ഞാറമൂടും ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇരുവർ. ഇരുവർ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിന് പകരമല്ല, എന്നാൽ പ്രകാശ് രാജ് ചെയ്തിട്ടുള്ള തമിഴ് സെൽവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ക്യാരക്ടർ നല്ല സൂപ്പർ ക്യാരക്ടർ കേട്ടോ. അവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടനിലേക്ക് പോകണം. കാരണം ഈ തമിഴ് സെൽവൻ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ഈ കവിത പോലെ ഇങ്ങനെ കുറെ ഫിലോസഫിക്ക് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആഴ്ന്നിറങ്ങിയ ആരാധന മൂലം പുള്ളിക്കാരനെ അപ്പുറത്തുള്ള ആളെ നോക്കുന്ന ലാലേട്ടൻ്റെ കുറെ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അയ്യോ, അതൊക്കെ മമ്മൂക്ക പറഞ്ഞിരുന്നെങ്കിൽ നൈസ് ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയ്ക്ക് ആ സിനിമയും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പുള്ളിക്കാരൻ അതിൽ നിന്നും പിന്മാറി. നെക്സ്റ്റ് വൺ, രാജാവിന്റെ മകൻ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് ഈ രാജാവിന്റെ മകൻ. ലാലേട്ടൻ ഗംഭീരമായിട്ടുള്ള ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയിൽ ലാലേട്ടന് പകരം ആദ്യം ഇവർ തീരുമാനിച്ചിരുന്നത് മമ്മൂക്കയായിരുന്നു. ഏകദേശം ഓൾമോസ്റ്റ് നമുക്കത് ചെയ്യാൻ വേണ്ടി ഇരുന്നതുമാണ്. എന്നാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സംവിധാനം ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും തമ്പി കണ്ണന്താനമാണ് എന്ന് പിന്നീട് അറിഞ്ഞ മമ്മൂക്ക അന്ന് തമ്പി കണ്ണന്താനമായി ഉണ്ടായിരുന്ന ചില സ്വരച്ചേർച്ചകൾ കാരണം അല്ലെങ്കിൽ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ കാരണം അതിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. അങ്ങനെ അതും കയ്യിൽ നിന്ന് പോയി. നെക്സ്റ്റ് വൺ, മെമ്മറീസ്. ഈ പറഞ്ഞ പോലെ ത്രില്ലർ സിനിമകൾ മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സിനിമയിൽ ഒന്നാണ് മെമ്മറീസ്. പൃഥ്വിരാജ് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടറാണ്. വീണ്ടും ജിത്തു ജോസഫാണ് ഇതിന്റെ സംവിധായകൻ. ജിത്തു ജോസഫ് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്. മമ്മൂക്കയുടെ അടുത്ത് കഥ പോയി പറഞ്ഞു. എന്നാൽ ഇതിലെ ആ നായക കഥാപാത്രത്തിന് മെച്യൂരിറ്റി ഇല്ല എന്നായിരുന്നു മെഗാസ്റ്റാർ ഇതിന് പറഞ്ഞത്. ആൻഡ് മാത്രമല്ല, പുള്ളിക്കാരന് ഇത് ഒട്ടും കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. ആ സമയത്ത് പുള്ളിക്കാരന്റെ ചില തോന്നലുകൾ, അങ്ങനെ പുള്ളിക്കാരൻ അത് ഒഴിവാക്കി. ലോട്ടറി അടിച്ചത് പൃഥ്വിരാജിന്. പടം വമ്പൻ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ. നെക്സ്റ്റ് വൺ, ഏകലവ്യ. ഏകലവ്യ എന്ന് പറഞ്ഞ സിനിമ ഇതുപോലെ ആദ്യം മമ്മൂക്കയ്ക്കായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിന്റെ സ്ക്രിപ്റ്റ് ഒട്ടും തന്നെ ഇംപ്രസ് ചെയ്തില്ല, ചെയ്യിപ്പിച്ചില്ല എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. അങ്ങനെ ആ സിനിമയിൽ നിന്നും മമ്മൂക്ക പിന്തിരിഞ്ഞു. എന്നാൽ സുരേഷ് ഗോപിക്ക് സത്യം പറഞ്ഞാൽ 1993-ലോ 94-ലോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 93 എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ആ സമയത്ത് സുരേഷ് ഗോപിക്ക് ഒരു സ്റ്റാർഡം നേടിക്കൊടുത്തിട്ടുള്ള സിനിമയാണ് ഈ ഏകലവ്യ എന്ന് പറഞ്ഞുള്ള സിനിമ. നെക്സ്റ്റ് വൺ, നാട്ടാമൈ. നാട്ടാമൈ എന്ന് പറഞ്ഞാൽ ശരത് കുമാർ നായകനായിട്ട് വന്നുള്ള സിനിമ. ഇതിൽ നാട്ടാമയുടെ പ്രധാന ടൈറ്റിൽ ക്യാരക്ടർ ആദ്യം പറഞ്ഞിരുന്നത് മമ്മൂക്കയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില അൺനോൺ റീസൺസ്, അതിന്റെ റീസൺസ് ഒന്നും ഇതുവരെ ആരും പുറത്തു വിട്ടിട്ടില്ല. മമ്മൂക്കയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ബിസി ഷെഡ്യൂൾ കാരണം, അല്ലെങ്കിൽ തമിഴിലെ സമയത്ത് സിനിമ വേണ്ടാൻ തീരുമാനിച്ചതൊക്കെ ആയിരിക്കാം, എന്തായാലും അറിയില്ല. അപ്പൊ അതിൽ നിന്നും മമ്മൂക്ക എന്ത് ചെയ്തു, പിൻവലിഞ്ഞു. അങ്ങനെ 7 ഗംഭീര സിനിമകൾ, ഏഴ് ഏഴ് കിഡിലൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ മമ്മൂക്കയ്ക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നഷ്ടപ്പെട്ട സിനിമകൾ മുഴുവൻ സത്യം പറഞ്ഞാൽ ഇത്രയും സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഇതിലേക്ക് ആ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഇപ്പോ ആരാണോ അഭിനയിച്ചിട്ടുള്ളത് അവർ തന്നെയാണോ അഭിനയിക്കേണ്ടത് നമുക്ക് തോന്നും. ആ രീതിയിലാണ് അവരൊക്കെ പെർഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ആളുകൾക്കും ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണല്ലോ. ഇത് മമ്മൂട്ടിക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളതല്ല. മമ്മൂക്കയാണെങ്കിലും നന്നായി ചെയ്തേനെ, പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഒരുപക്ഷെ നന്നായേക്കാം, ഇതിനേക്കാൾ നന്നായേക്കാം, പക്ഷെ അറിയില്ല. എന്തായാലും നമ്മളിപ്പോ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ആ
ഈ ഇപ്പൊ നിലവിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തതിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അത് അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സങ്കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. മമ്മൂക്കൊക്കെ നഷ്ടമായി. അങ്ങനെ ലാലേട്ടനും പൃഥ്വിരാജിനും സുരേഷ് ഗോപിക്ക് നഷ്ടമായിട്ട് മറ്റാളുകൾ ചെയ്തിട്ടുള്ള സിനിമകൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. ടാറ്റാ.